ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നീലി രവിനെ യാത്രയാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ നീലി രവിനെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവളതിനെ കൊടുങ്ങിൻ്റെ ഒരു ഭാഗത്തോട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ലൊരു മോളായിരുന്നു, ഭയങ്കര പാവാണ് കേട്ടോ നീലി രവി, ഭയങ്കര സ്നേഹമാണ്. തീറ്റയായാലും വെള്ളം കുടിക്കാനായാലും യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാത്ത നല്ലൊരു മോള് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ കൊടുക്കാനായിട്ടാണല്ലോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പ്രൈസൊക്കെ സെറ്റായിട്ട് വന്നപ്പോൾ നമ്മൾ അവളതിനെ കൊടുത്തിട്ടുണ്ട്. കൊടുങ്ങല്ലൊരു ഭാഗത്തോട്ടാണ് അവൾ പോയിട്ടുള്ളത്. നല്ലൊരു മോളാണ്, യാതൊരുവിധ ശല്യങ്ങളും ഉണ്ടാവില്ല അവൾ, കാരണം അത്രയും സ്നേഹമുള്ള ഒരു എരുമയാണ് കേട്ടോ നീലി രവി. ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഒരു ദിവസം നോക്കിയാൽ അവൾ അത്രയും നമ്മളായിട്ട് അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള ഒരു എരുമയാണ് കേട്ടോ. പിന്നെയും കല്യാണിയാണ് കുറച്ച് സമയമെടുത്തത് നമ്മളതിനായിട്ടൊന്ന് പരിചയപ്പെട്ട് സെറ്റായിട്ട് വരാനായിട്ട്. കല്യാണിയുടെ ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ നീലി. അവർ രണ്ടാളും ഒപ്പാണ് വന്നത്, ഇപ്പോഴും ഒപ്പം തന്നെയായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ നീലി പോയിട്ട് അവൾ കുറച്ച് നേരം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ കല്യാണി. എന്നാലും കുഴപ്പമില്ല, നമ്മൾ വേറൊരു വീട്ടിലോട്ട് അവളെ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളും അവരും എല്ലാവരും പാലിന് വേണ്ടിയിട്ട് തന്നെയാണല്ലേ എരുമകളെ വളർത്തുന്നത്. അപ്പോൾ നമ്മൾ പൈസ ഒക്കെ ഒത്ത് വന്നപ്പോൾ നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഓക്കെ ആയി. അവർ നല്ല പൊന്നു പോലെ നമ്മളുടെ മോളെന്നെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്രയും നല്ലൊരു മോളാണ് നമ്മുടെ നീലി രവി. അപ്പോൾ അവൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് എരുമക്കുട്ടിയാണ്. അവർക്ക് എരുമക്കുട്ടി ആയതുകൊണ്ടാണ് കേട്ടോ അവർ ഒന്നും കൂടി കൂടുതലായിട്ട് നമ്മുടെ മോളനെ കൊണ്ടുപോകാം, അവർക്കത് മതി എന്ന് പറയുന്നത്. രണ്ട് കല്യാണിനെയും നീലിനെയാണ് അവർ നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നീലിക്ക് എരുമക്കുട്ടി ആയതുകൊണ്ടാണ് അവർ ഉറപ്പായിട്ട് നീലിനെ കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നല്ലൊരു മോളായിട്ട് അവിടെ നന്നായിട്ട് തന്നെ ജീവിച്ച് നല്ല പാലൊക്കെ കൊടുത്ത് അവരെ നല്ല രീതിയിൽ നോക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.